വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇപ്പോൾ പത്രം തുറന്നാലും ടി വി നോക്കിയാലും ഇനി ഇൻസ്റ്റാഗ്രാം തുറന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്ത റോഡ് അപകടങ്ങളെക്കുറിച്ചാണ്. ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ബൈക്കിൽ സഞ്ചരിക്കുന്നവരാണ്. ചുമ്മാ ഒന്ന് ബൈക്കിൽ നിന്ന് വീണാൽ തന്നെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ പറ്റും. അതുകൊണ്ട് ബൈക്കിലുള്ളവരുടെ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ബോഷ് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാറുകളിലൊക്കെ അഡാസ് കാണുന്നതാണ്, അതേപോലെ അവർ ബൈക്കിലും അഡാസ് കൊണ്ടുവന്നേക്കുകയാണ്. ഇനി മുതൽ നമുക്ക് ബൈക്കിലും അഡാസ് ഉണ്ടാകുമെന്നാണ് ബോഷ് പറയുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പേര് ARAS എന്നാണ്. അഡാസ് അഡ്വാൻസ്ഡ് ഡ്രൈവേഴ്സ് അസിസ്റ്റ് ആണെങ്കിൽ ഇത് അഡ്വാൻസ്ഡ് റൈഡേഴ്സ് അസിസ്റ്റ് എന്നാണ് വരുന്നത്. അതായത് സംഭവം സെയിം തന്നെയാണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കാറുകളിലെ പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, കാരണം ബൈക്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഒരു എമർജൻസി ബ്രേക്കിംഗ് ആണ്. ഏറ്റവും പുതിയ നമ്മുടെ KTMൻ്റെ 3090 സൂപ്പർ അഡ്വഞ്ചറിൽ ഈ ഒരു ഫീച്ചർ കാണുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രകാരം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും അതേപോലെ തന്നെ റിയറിലും റഡാർ അവർ കൊടുത്തിട്ടുണ്ട്. ഈ റഡാറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കാറുകളിൽ കണ്ടേക്കുന്ന പോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും എമർജൻസി ബ്രേക്കിങ്ങും ബ്ലൈൻഡ് സ്പോട്ട് വാർണിങ്ങും അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ ഇനി ബൈക്കുകളിൽ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം വണ്ടി ക്രൂസ് കൺട്രോളിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ സ്പീഡും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറയും. നമ്മളൊന്നും ചെയ്യേണ്ട, വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കുറയും. പിന്നെ ആ ഒരു ഫ്രണ്ടേ പോകുന്ന കാറ് സ്പീഡ് കൂട്ടി പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്പീഡിലേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആകുന്നതാണ്. അതായത് ഫ്രണ്ടിലെ വണ്ടി സ്പീഡ് കുറയ്ക്കുന്നത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയുകയും കൂട്ടുകയും ചെയ്യും, വേണമെങ്കിൽ വണ്ടി നിൽക്കുകയും ചെയ്യും. ഇനി ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടേ പോണ വണ്ടി ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വാർണിംഗ് തരും, അതല്ലാണ്ട് വേണേൽ വണ്ടി നിർത്തുകയും ചെയ്യും. നമ്മുടെ ഫ്രണ്ടേ പോകുന്ന വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്രേക്ക് പിടിക്കും. ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ചിലപ്പം ഇപ്പോൾ എന്തെങ്കിലും ഫോണിൽ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുന്നതായിരിക്കും. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ കാറുകളിൽ കണ്ടേക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ റിയറിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്, നമ്മളത് കാണുന്നില്ല. അപ്പം ഓൾറെഡി നമ്മുടെ മിററിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അതായത് പുറകിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി വരുന്നത് അറിയിക്കാൻ വേണ്ടി. റൈറ്റിൽ കൂടെ പുറകിൽ നിന്ന് വണ്ടി വന്നാൽ റൈറ്റിലെ മിററും ബ്ലിങ്ക് ചെയ്യും, പുറകിൽ വണ്ടി വരുന്നത് നമ്മളെ അറിയിക്കാൻ വേണ്ടി. സോ ഇനി വരാൻ പോകുന്ന ഹൈ എൻഡ് ബൈക്കുകളിലും അതേപോലെ തന്നെ ഹൈ എൻഡ് സ്കൂട്ടറുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. മിഡ് എൻഡ് ബൈക്കുകളിലേക്കും ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ചെറിയ ബൈക്കുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, കാരണം നല്ലപോലെ തന്നെ വില കൂടും. ഈ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ അതിന് ഇലക്ട്രോണിക്സും റഡാറും മാത്രമല്ല വണ്ടിയുടെ ബ്രേക്കിങ്ങിലും ഗിയർ ബോക്സിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വണ്ടി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വില കുറഞ്ഞ ബൈക്കുകളിലേക്ക് ഈ ഒരു ഫീച്ചർ എപ്പോഴും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും വില കൂടിയ ബൈക്കുകളിലും മിഡ് എൻഡ് ബൈക്കുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ ഉടനെ തന്നെ കാണാൻ കഴിയുമെന്നാണ് ബോഷ് പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഇതേപോലത്തെ വീഡിയോയിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.